അങ്ങനെ ഇതാ ഓണത്തിന്റെ സമയത്ത് പോകാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് പോണത്. കർണാടകയിലെ ഗുണ്ടൽപേട്ടിലേക്ക്. അതേ മുത്തങ്ങന്ന് നമ്മുടെ യാത്ര തുടങ്ങിയാണ് കേട്ടാ. ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു മഴക്കാറൊക്കെ വന്ന് മൂടിയ പോലത്തെ ഒരു ക്ലൈമറ്റ് ആണ്. വയനാട്ടിൽ ഇന്ന് വേണേൽ മഴ കുറവാണെന്ന് പറയാം. ഇനി നമ്മൾ ഈ കാട് ക്രോസ് ചെയ്ത് ഗുണ്ടൽപേട്ടയിലേക്ക് എത്തുമ്പോൾ അവിടെ വേറൊരു ക്ലൈമറ്റ് ആയിരിക്കും. അതാണ് കർണാടകയും കേരളവും തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും എടുത്തറിയാൻ പറ്റും ഗുണ്ടൽപേട്ട ചെന്ന് കഴിഞ്ഞാൽ. ഇപ്പം നല്ല പൂക്കളുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് ഗുണ്ടൽപേട്ട നല്ല അടിപൊളി കളർഫുൾ ആയിട്ട് കിടക്കായിരിക്കും. ഇപ്പോഴാണ് ശരിക്കും ഗുണ്ടൽപേട്ട കാണേണ്ടത്. അങ്ങനെ നമ്മളിന്ന് ഇതേ വയനാടിൻ്റെ ഈ ഒരു അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഭാഗമാട്ടോ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയൊക്കെ. ഇവിടെയൊക്കെ നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഓണം ആയതുകൊണ്ട് കർണാടകയിൽ നിന്ന് തന്നെ എല്ലാവരും ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് കേരളത്തിലേക്ക് വിടണം. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഫുള്ള് ഗ്രീനായി അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല കാഴ്ചകളുള്ളൊരു സ്ഥലമാണ്. എക്സൈസ് ചെക്ക് പോസ്റ്റിലൊക്കെ കാറൊക്കെ നിർത്തി എല്ലാവരും പുറത്തിറക്കി നിർത്തി നല്ലപോലെ സെർച്ച് ചെയ്തിട്ട് ഇവിടുന്ന് വിടുകയുള്ളൂ കേട്ടോ. ഇതാണ് കേരളത്തിൻ്റെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കർണാടകയുടെ ചെക്ക് പോസ്റ്റാണ്. കർണാടക ചെക്ക് പോസ്റ്റ് കയറി നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. എപ്പോൾ വേണേലും നല്ല വന്യജീവികളെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ റോഡ് സൈഡിൽ നിന്ന് തന്നെ കാണാനുള്ള സാധ്യതകളുള്ളൊരു ഫോറസ്റ്റാണിത്. എത്ര പ്രാവശ്യം പോയാലും ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്താൽ മടുക്കില്ല. മൺസൂണിൻ്റെ ഭാഗമായിട്ട് കാടൊക്കെ നല്ല ഗ്രീൻ ആയിട്ടുണ്ട്. ഏകദേശം കാണാൻ നല്ല ഭംഗിയാണെന്ന് വേണേൽ പറയാം. ഈ ഒരു സമയത്ത് ഫോറസ്റ്റിലൂടെ വരാൻ അടിപൊളി ഒരു വൈബായിരിക്കും. വയനാട്ടിൽ നിന്ന് പോകുന്നത് നമ്മൾ കാട് പകുതി ആയപ്പോഴേ നല്ല വെട്ടവും വെളിച്ചമൊക്കെ വന്ന ഒരു കാലാവസ്ഥയാണ് കർണാടകയിൽ. അത്രയും ഡിഫറൻ്റ് ആണ് ഈ രണ്ട് സ്ഥലത്തെയും ക്ലൈമറ്റ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നല്ല മഴയാണെങ്കിലും ഇപ്പുറത്ത് നമ്മൾ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് കാട് ക്രോസ് ചെയ്ത് ഗുണ്ടൽപേട്ട എത്തുമ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരിക്കും അപ്പുറത്ത്. ഈ ഒരു സമയത്ത് ഗുണ്ടൽപേട്ടയിൽ നല്ല തിരക്കായിരിക്കും. ഈ ഒരു സമയത്ത് കൂടുതലും പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിറച്ച് ടൂറിസ്റ്റുകളായിരിക്കും ആ ഒരു ഏരിയയിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലം കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങനെ ഇതാ നമ്മൾ കർണാടക ചെക്ക് പോസ്റ്റ് എത്തിയിട്ടാണ്. ഇനി നമ്മൾ ഗുണ്ടൽപേട്ട ടൗണിലേക്കാണ്. ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട്. ഈ പോണ വഴിയൊക്കെ ഫുള്ള് പൂപ്പാടങ്ങളായിരിക്കും. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം കാടിനുള്ളിൽ നിന്ന് നമ്മളൊരു മൃഗങ്ങളെയും കണ്ടില്ല കേട്ടാ. അങ്ങനെ ഇതാ കർണാടക എത്തിയപ്പോൾ തന്നെ ക്ലൈമറ്റൊക്കെ അങ്ങ് മൊത്തം മാറി, കാഴ്ചകളൊക്കെ മൊത്തം മാറി. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫുള്ള് പൂപ്പാടങ്ങളായിരിക്കും. സൂര്യകാന്തിയും ചെണ്ടുമല്ലിയൊക്കെ ഓണത്തിൻ്റെ സമയത്ത് വരുമ്പോഴാണ് ഇവിടെ ഇതേപോലെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നിറച്ച് ടൂറിസ്റ്റുകളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണാൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ 20 രൂപ, 30 രൂപ, 50 രൂപയൊക്കെ പലരും പല പല റേറ്റാണ് പറയണത്. എങ്കിലും ഇവിടുത്തെ ഈ ഒരു കാഴ്ചകൾ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അങ്ങനെ ഈ ചെണ്ടുമല്ലിയാണ് ഇവിടെ ഈ ഓണത്തിൻ്റെ സമയത്ത്. സൂര്യകാന്തിയൊക്കെ എപ്പോഴും ഉണ്ടാവും. അതിൻ്റെ വിത്തിൽ നിന്ന് എണ്ണ എടുക്കാൻ വേണ്ടിയാണ് സൂര്യകാന്തി ഇവർ കൃഷി ചെയ്യണത്. സൂര്യകാന്തി ഇപ്പോൾ ഇവിടെ വളരെ കുറവാണെന്ന് പറയാം. ഏറ്റവും കൂടുതലും ചെണ്ടുമല്ലി പോലുള്ള സാധനങ്ങൾ ഓണത്തിന് നമ്മുടെ നാട്ടിലേക്ക് ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ കയറിപ്പോണ്ട്. ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഫുൾ ഏരിയയിലും ഇതേപോലെ തന്നെ പൂ വിൽക്കാനും പൂന്തോട്ടങ്ങളൊക്കെ ആയിട്ട് മൊത്തം കാണാൻ പറ്റും നമുക്ക്. കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ടോൾ ഉണ്ട് കേട്ടോ. ഇതാണ് ഗുണ്ടൽപേട്ടയിലെ ടോൾ പാസ്. അത് കഴിഞ്ഞ് മുമ്പിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ റോഡ് സൈഡിലെ എല്ലാ സ്ഥലങ്ങളിലും പൂ വിൽക്കാൻ ഒരുപാട് കടകൾ കാണാൻ പറ്റും. നമ്മുടെ കേരളത്തിനെക്കാട്ടി ഇവിടെ വില കുറവാണ് ശരിക്കും. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന സാധനം ഇതുകൊണ്ട് തന്നെ ഇവർക്ക് വില കുറവാണ്. ഒരുപാട് ആൾക്കാർ ഈ പൂവ് കാണാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ എത്തുന്നുണ്ട് ഇവിടെ.
പൂ വാങ്ങിക്കൊണ്ട് പോകാൻ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. വയനാട്ടിലേക്കൊക്കെ ഇവിടുന്ന് പൂ വാങ്ങാൻ ഡയറക്റ്റ് ആൾക്കാർ അവിടുന്ന് വരുന്നുണ്ട്. ഇവിടുത്തെ ഈ പൂന്തോട്ടമൊക്കെ കാണുകയും ചെയ്യാം. വയനാട്ടിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഗുണ്ടൽപേട്ടയിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ എല്ലാ സീസണിലും ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതലും ഈ ഒരു സമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടൽപേട്ട ആക്റ്റീവായിട്ടുള്ള ഒരു സമയം, ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഈ ഓണത്തിന് മുമ്പാണ്. ഇഷ്ടം പോലെ പൂവ് ഇവിടെ കാണാൻ പറ്റും. ഈ ഓണത്തിന്റെ സമയം അല്ലാതെയും ഇവിടെ പൂവ് കാണാൻ പറ്റും. ഞാൻ ഓർത്തിരുന്ന കേരളത്തിലേക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ള പൂവാണ് ഇവർ കൃഷി ചെയ്യണമെന്നാണ് ഞാൻ ഓർത്തിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇത് പെയിന്റ് പോലുള്ള സാധനങ്ങളും കെമിക്കൽ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഈ പൂവ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ സീസണിലും ഇവിടെ പൂവ് ഉണ്ടാവും ശരിക്കും. കടലല്ലേ 30. അങ്ങനെ ഇതാ നമ്മൾ ഗുണ്ടൽപേട്ട ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഗുണ്ടൽപേട്ട ടൗൺ ശരിക്കും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കർണാടകയുടെ ഒരു വില്ലേജ് ആണെങ്കിലും നല്ല തിരക്കുള്ള ഒരു ടൗൺ കൂടിയാട്ടോ ഗുണ്ടൽപേട്ട. ഇവിടുന്ന് നമ്മൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ ബന്ദിപ്പൂര്, മസനഗുഡി, ഊട്ടി ആ റോഡ്. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മൈസൂര്, ബാംഗ്ലൂര്. അങ്ങനെ നമ്മളിന്ന് ഇവിടെ ഗുണ്ടൽപേട്ടയിലായിരിക്കും ഒന്ന് സ്റ്റേ. നാളെ നമ്മൾ ഗുണ്ടൽപേട്ടയുടെ വില്ലേജുകളൊക്കെയാണ് നമ്മൾ കാണാൻ പോണത്. ഈ ഗുണ്ടൽപേട്ടേൻ്റെ ഉള്ളിൽ ഒരുപാട് വില്ലേജുകളുണ്ട്. നമ്മൾ കാണാത്ത കുറേ കാഴ്ചകളുണ്ട്. അധികം യൂട്യൂബിൽ വരാത്തതായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ നിങ്ങൾ വീഡിയോ എന്തായാലും കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ഇതാ ഗുണ്ടൽപേട്ട ടൗണിലെ കാഴ്ചകൾ. അപ്പുറത്ത് ട്രാക്ടർ പോകണം, ഇപ്പുറത്ത് ഇത് കണ്ട ഓട്ടോയിൽ ബാക്കിലൊക്കെ സ്കൂൾ കുട്ടികളെയൊക്കെ കുത്തി നിറച്ച് കൊണ്ടുപോകണത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയൊന്നും കൊണ്ടുപോകാനേ പറ്റില്ല. ആ വണ്ടിയും ഡ്രൈവറിനെ സ്പോട്ടിൽ കസ്റ്റഡിയിൽ എടുക്കുകയും MPD. ഗുണ്ടൽപേട്ടയിലെ അടുത്ത കാഴ്ചകൾ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.